ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുബൂസ് റെസിപ്പിയാണ്. ഇത് ഞാൻ ഗോതമ്പ് മാവ് വെച്ചാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നോക്കാം. ഞാനൊരു ഫുഡ് പ്രോസസ്സറിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നീഡിങ് ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മെഷറിംഗ് കപ്പിന് ഞാൻ അളന്നെടുത്തിട്ട് ഈ ഒരു കപ്പിലേക്ക് ആക്കിയതാണ്. ഇത് ഇതിൻ്റെ കൂടെ കിട്ടിയ കപ്പാണ്. അപ്പോൾ അതിൻ്റെ ലെവലിൽ ഒരു ലൈൻ ഉണ്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം. 2 കപ്പ് ഗോതമ്പ് മാവ്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഞാനിത് പൊടിച്ച പഞ്ചസാര കയ്യിലുള്ളതുകൊണ്ട് അതാണ് ചേർത്തത്. പൊടിച്ച പഞ്ചസാര വേണമെന്ന് ഒരു നിർബന്ധമില്ല. അതിന് ശേഷം ഇളം ചൂടുള്ള പാല് 1 കപ്പ് എടുത്ത് വെക്കുക. ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കപ്പ് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. അതാണ് ഇങ്ങനെ ഹോളൊക്കെ ഉള്ള കപ്പ്. അത് കൂടെ ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് സുഖമാണ്. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. ഫുഡ് പ്രോസസ്സ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കിത് കൈവച്ചും സാധാരണ ചപ്പാത്തിയൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. പക്ഷേ ചപ്പാത്തി കുഴക്കണ പോലെ അത്ര കുഴച്ചാൽ പോരാ. ഒരു 8 മിനിറ്റ് വരെയൊക്കെ ഒന്ന് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോഴാണ് നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കുബൂസ് കിട്ടുള്ളൂ. അങ്ങനെ കുഴക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അങ്ങനെ കുഴച്ചെടുത്തും ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് എഗ് ബീറ്റർ ഉള്ളവർക്ക് എഗ് ബീറ്ററിൻ്റെ കൂടെ ഒരു നീഡിങ് ബ്ലേഡ് കൂടെ കിട്ടും. ആ ഒരു നീഡിങ് ബ്ലേഡ് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് കുഴച്ചതിന് ശേഷം മാത്രമേ റിഫൈൻഡ് ഓയിൽ ചേർക്കാവൂ. അതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കുക. ഇളം ചൂടുള്ള പാലാണ് ഞാനിപ്പോൾ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് ആവശ്യമുണ്ടാവും. അത് നോക്കിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം ഭയങ്കര ലൂസായി പോവും. ഓരോ ബ്രാൻഡ് ആട്ടക്കും പ്രത്യേകമായിരിക്കും വെള്ളം വേണ്ടത്. അതുകൊണ്ട് കറക്റ്റ് ഒരു അളവ് പറഞ്ഞുതരാൻ കഴിയില്ല. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പാല് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ 1 കപ്പ് പാലെടുത്ത് വെച്ചാൽ എനിക്ക് 1.5 ടേബിൾ സ്പൂൺ പാല് ബാക്കി വന്നിട്ടുണ്ട്. പാലിന് പകരം വെള്ളം വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതി. പക്ഷേ പാല് ആകുമ്പം കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് നമുക്ക് കിട്ടും. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തൊരു പാത്രത്തിലേക്ക് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും. അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഒരു ബോൾ പോലെ ആക്കി നമുക്ക് മേലെ കുറച്ചുകൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചോ കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മാവ് പൊങ്ങി വരാൻ വേണ്ടി 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയൊക്കെ സമയമെടുക്കും. ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചൂടുള്ള കാലത്താകുമ്പം പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടും. തണുപ്പ് കാലത്താകുമ്പോഴാണ് കുറച്ച് സമയം എടുക്കുക. അതുകൊണ്ട് നമ്മൾ കുഴച്ച് വെച്ച മാവിൻ്റെ സൈസ് ഡബിൾ ആവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. നന്നായിട്ട് കവർ ചെയ്ത് ഇനി മാറ്റി വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ബോൾസായിട്ട് എടുക്കാം. നമുക്ക് ഷവർമ റോൾസ് പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിക്കനൊക്കെ വെച്ചിട്ട് റാപ്സ് പോലെ ആക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കുബൂസ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ അങ്ങനത്തേനൊക്കെ കൂടെ കഴിക്കാനുമൊക്കെ നല്ലതാണ്. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം എത്രയാണോ സൈസ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് വലുപ്പത്തിലെടുക്കാം. ഞാനിപ്പോൾ റാപ്പ് ഉണ്ടാക്കാനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വലിയ ഉരുളകൾ ആക്കിയിട്ടില്ല. കുറച്ച് പൊടി തൂവിയിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. കുറച്ചുകൂടെ തിക്നെസ് കൂടിയ കുബൂസ് വേണമെങ്കിൽ പൊടീൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടിയെടുത്താൽ മതി. പരത്തി തുടങ്ങുമ്പോൾ തന്നെ ചട്ടി ചൂടാക്കാൻ വെക്കണം. നല്ല ചൂടുള്ള ചട്ടിയിൽ വേണത് ചുട്ടെടുക്കാനും. ഞാൻ നേരത്തെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ബബിൾസ് വരും. ആ ബബിൾസ് കാണുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. ആ സമയത്ത് വീണ്ടും തിരിച്ചിട്ടാൽ മതി. അപ്പോൾ നല്ല ബോൾ പോലെ പൊങ്ങി വരും. നല്ല സോഫ്റ്റാണിത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കുബൂസാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. ഒരു 9 കുബൂസ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ അളവിൽ. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്.
ഞാൻ ഒന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഫ്ലഫി ആയിട്ടാണുള്ളത്. ഒരു ചെറിയ കുബൂസ് മുറിച്ച് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ കുബൂസാണ്. വീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.